സുഹൃത്തുക്കളെ നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വരാനുണ്ടായ പ്രധാന കാരണം എന്തെന്ന് വെച്ചാൽ, നമുക്കറിയാം 2018 നമ്മുടെ കേരളം തലകുനിച്ചൊരു ദിവസമുണ്ട്. അതായത് ഫെബ്രുവരി 22. എന്തുകൊണ്ടാണ്? അതിദരിദ്രനും അതേപോലെ മാനസികമായിട്ട് ചെറിയ പ്രശ്നങ്ങളുള്ളവനും സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന അല്ലെങ്കിൽ ജാതീയ അടിസ്ഥാനത്തിൽ പിന്നോക്കം നിൽക്കുന്ന ഒരു പാവപ്പിടിച്ച ഒരു മനുഷ്യനെ 16ഓളം വരുന്ന പല തന്തയ്ക്ക് പറന്ന നായിൻ്റെ മക്കൾ കൂട്ടം ചേർന്ന് കൊലപ്പെടുത്തിയൊരു ദിവസമായിരുന്നു 2018 ഫെബ്രുവരി 22. അതിനുശേഷവും 5 വർഷങ്ങൾക്ക് ശേഷമാണ് മധുവിന് നീതി കൊടുക്കണമെന്നുള്ള രീതിയിൽ വിചാരണ ആരംഭിച്ചത് തന്നെ. അതും നമ്മൾ പലപ്പോഴും നമ്മുടെ മാധ്യമങ്ങളിൽ കണ്ടതാണ്. ഇത് നടന്നത് വേറെ എവിടെയല്ല, നമ്മുടെ കേരളത്തിലാണ്. ഒരു നേരത്തെ ആഹാരം മോഷ്ടിച്ചതിൻ്റെ പേരിൽ ഈ പറയുന്ന 16ഓളം വരുന്ന തന്തയില്ലാത്തവന്മാർ ചേർന്ന് കൊലപ്പെടുത്തിയ ഒരു മധു എന്ന് പറയുന്ന ഒരു യുവാവിനെ നമ്മൾ കണ്ടതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിൽ ഇന്നും നിലകൊള്ളുന്ന ഈ പറയുന്ന ജാതി വർണ്ണ വിവേചനങ്ങളും നമ്മൾ കാണുന്നതാണ്. ദിനം പ്രതി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ സംസാരിക്കുന്ന വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ കാണുന്നതാണ്. ആ വേടനെതിരെ അക്രമം അഴിച്ചുവിടുന്ന RSS എന്ന് പറയുന്ന വർഗീയവാദികളുടെ കൂട്ടത്തിനെ നമ്മൾ കാണുന്നതാണ്. ഇവിടെ ഞാൻ വേടന്റെ വിഷയമല്ല പറയാൻ വരുന്നത്. വേടൻ എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു കാര്യത്തിൽ നമുക്ക് പറയാൻ പറ്റും, ഇന്നലകളിൽ ഉണ്ടായിരുന്ന കൊള്ളരുതായ്മകൾ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് വേടൻ എന്ന് പറയുന്ന വ്യക്തി മുന്നോട്ട് നിൽക്കുന്നതെന്ന്. വേടൻ മധുവിന് വേണ്ടിയിട്ടും നമ്മുടെ നാട്ടിലെ കൊള്ളരുതായ്മകൾക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഇനി ഈ പറയുന്ന തന്തയില്ലായ്മ ആവർത്തിക്കരുതെന്നുള്ള സന്ദേശവുമായിട്ടാണ് മുന്നോട്ട് നിൽക്കുന്നത്. ഇപ്പം നമ്മൾ വേടന്റെ വിഷയമല്ല സംസാരിക്കുന്നത്, എങ്കിലും മധുവിന്റെ ഒപ്പം തന്നെ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ഒരു പേരാണ് വേടന്റെ പേര്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകളുടെ ഒരു ശബ്ദമായിട്ടാണ് വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഓരോ ശബ്ദവും വന്ന് നമ്മുടെ ഈ ചെവികളിൽ പതിക്കുന്നത്, അല്ലെങ്കിൽ ആ വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഓരോ പ്രവൃത്തികളും നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ മധുവിനെ കൊലപ്പെടുത്തിയ 16ഓളം വരുന്ന തന്തയില്ലാത്തവന്മാരിൽ 14 പേരെ അവർ കുറ്റത്തിന് വിധേയരാണ് അല്ലെങ്കിൽ കുറ്റം ചെയ്തവരാണെന്ന് തെളിയിക്കപ്പെടുകയും അവർക്ക് വേണ്ടുന്ന ശിക്ഷ വാങ്ങി കൊടുക്കാനായിട്ട് നമ്മുടെ നീതിപീഠം തയ്യാറാവുകയും ചെയ്തു. പിന്നീട് അതിൻ്റെ കേസ് എന്താണെന്ന് അറിയില്ല. മധുവിന് ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തതിൻ്റെ പേരിലായതുകൊണ്ട് തന്നെയും മധുവിന് 14 മുറിവുകളോളം മധുവിൻ്റെ ശരീരത്തുണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. അതായത് മധുവിനെ നടത്തിക്കൊണ്ടുപോകുന്ന വഴികളിലെല്ലാം മധുവിനെ ഈ പറയുന്ന തന്തയില്ലാത്തവർ തല്ലിക്കൊണ്ടേയിരുന്നു. സ്വന്തം പിതാവ് ആരാണെന്ന് പോലും അറിയാത്ത മഹാന്മാരാണ് ഈ മധുവിനെ ഈ പരിപാടി ചെയ്തതെന്നുള്ളത് ഓർക്കണം. മധു എന്താണ് ചെയ്ത തെറ്റ്? വിശന്നപ്പോൾ ഒരു നേരത്തേക്കുള്ള ആഹാരം മോഷ്ടിച്ചു. അതാണ് മധു ചെയ്ത തെറ്റ്. ഈ സമൂഹത്തിൽ നിന്ന് തന്നെ അവനെ തുടച്ചു നീക്കാനായിട്ട് അവർ കണ്ടെത്തിയ തെറ്റതാണ്. വിശക്കുന്നവൻ ഒരാഹാരം ഒരു നേരത്തേക്ക് മോഷ്ടിച്ചു. അവൻ മാനസിക രോഗിയായതുകൊണ്ട് അവനാരും ആഹാരം കൊടുത്തില്ല. അപ്പോൾ വിശന്നപ്പോൾ അവൻ ആഹാരം ഇത്തിരി മോഷ്ടിച്ചെടുത്തു. അവൻ്റെ അരയിൽ അവൻ സൂക്ഷിച്ചിരുന്ന ഭാണ്ഡക്കെട്ട് തുറന്നു നോക്കിയപ്പോൾ അവർ കണ്ടത് അവന് കഴിക്കാനുള്ള ആഹാരങ്ങൾ മാത്രം. അതിലൊന്നും സ്വർണമോ അല്ലെങ്കിൽ കിണ്ടിയോ ഒന്നും അവൻ എടുത്തിട്ടില്ല. അവൻ ആകെ എടുത്തത് അവൻ്റെ വിശപ്പടക്കാൻ വേണ്ടിയുള്ള അരി മാത്രമാണ്. അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി എടുത്ത അരിയാണ്. ആ അരി എടുത്തതിൻ്റെ പേരിൽ, ആ വിശപ്പിൻ്റെ പേരിൽ അവനെ തല്ലിക്കൊന്നു കളഞ്ഞ ഒരു സമൂഹത്തിലുള്ള ആളുകൾ ഇന്നും നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് തള്ളിക്കളയാൻ പറ്റും? ആർക്കും തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഈ കഴിഞ്ഞ ദിവസം അട്ടപ്പാടിയിൽ ഇതേ സംഭവം ഉണ്ടായി. ഒരു യുവാവ് കാറിന്റെ ഫ്രണ്ടിലേക്ക് ചാടി എന്ന് പറഞ്ഞുകൊണ്ട് അവനെ കെട്ടിയിട്ട് തല്ലിയ കുറച്ചധികം തന്തയില്ലാത്തവന്മാർ വീണ്ടും മധു എന്ന് പറയുന്ന വ്യക്തിയെ കൊലപ്പെടുത്തിയ അതേ സ്ഥലത്ത്, അട്ടപ്പാടി എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെയാണ് ഈ തന്തയില്ലായ്മ അരങ്ങേറിയത്. അത് ചെയ്തതിന്റെ കാരണം അവൻ വാഹനത്തിന്റെ മുൻപിൽ ചാടിയത്രേ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ കെട്ടിയിട്ട് കൊല്ലാനായിട്ട് ശ്രമിച്ചു. പക്ഷേ കൊല്ലാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ കൊന്നില്ല. അത് മറ്റുള്ളവർ കണ്ടതുകൊണ്ടായിരിക്കണം. അങ്ങനെ ആ പയ്യൻ ഇപ്പോൾ ആശുപത്രിയിലാണ്. അതിക്രൂരമായി യുവമാർ മർദ്ദിച്ചു. അവരെ ഇപ്പോൾ റിമാൻഡിൽ വിട്ടു. ഒരു കാരണവശാലും നീതിന്യായ വ്യവസ്ഥ ഒരു സൈഡിൽ കൂടി യുവമാരെ രക്ഷിക്കാനായിട്ട് നോക്കരുത്, അല്ലെങ്കിൽ പഴുതടച്ചുകൊണ്ടുള്ള ഒരു സംവിധാനമായിരിക്കണം നമ്മുടെ നിയമ സംവിധാനം എന്ന് പറയുന്നത്. നമുക്കറിയാം, വേടൻ എന്ന് പറയുന്ന വ്യക്തി മുന്നോട്ട് വന്നപ്പോൾ തന്നെ, പല ആദർശങ്ങളുമായിട്ട് മുന്നോട്ട് വന്നപ്പോൾ തന്നെ അവനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒരുപാട് പേരുടെ പ്രസ്താവനകൾ നമ്മൾ കണ്ടാണ്. അതിൽ പ്രതികൂലിക്കുന്ന ഒരു കൂട്ടം എന്ന് പറയുന്ന RSSഉം BJPയാണ്. എന്തുകൊണ്ടാണ്? അവർ ഇന്നലകളിൽ ചെയ്ത കൊള്ളരുതായ്മകൾ വേടൻ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് തങ്ങൾക്ക് പണിയാകും, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള ആളുകൾ അറിയാം, നമ്മുടെ സംസ്ഥാനത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലുള്ള ആളുകൾ അറിയും എന്നുള്ളൊരു പേടിയിൽ നിന്ന് വേടനെ അങ്ങ് ഒതുക്കി തീർക്കാം, അല്ലെങ്കിൽ വേടനെ പോലെ സംസാരിക്കാനായിട്ട് മുന്നിലേക്ക് നിൽക്കുന്ന പിന്നോക്ക ജാതിയിൽപ്പെട്ട ആളുകളെ ഒതുക്കി തീർക്കാമെന്നുള്ളൊരു ഉറച്ച ലക്ഷ്യത്തോടുകൂടി ഇവരങ്ങ് പരിപാടി തുടങ്ങി. അങ്ങനെ പരിപാടി തുടങ്ങിയതിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചത് വേടനെ അടിച്ചമർത്താൻ ശ്രമിച്ചു. പക്ഷേ ഒറ്റത്തന്തയ്ക്ക് പറഞ്ഞ നിലപാടുള്ള സർക്കാരുള്ള ഒരു കേരളത്തിൽ അത് നടക്കില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലായില്ല. കുറേ പരിപാടികൾ ചെയ്തു നോക്കി, പക്ഷേ ഒന്നുമെങ്ങും എത്താനായില്ല. എന്തുകൊണ്ടാണ്? സർക്കാരും കേരളത്തിലെ ജനങ്ങളും നമ്മുടെ സമൂഹവും വേടൻ എന്ന് പറയുന്ന വ്യക്തിക്കും വേടൻ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾക്കും ഒപ്പം നിന്നു. വേടൻ വരച്ചു കാണിക്കുന്നതെല്ലാം ഇന്നലകളിൽ മധു അനുഭവിച്ചതും ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, ഇനി അനുഭവിക്കാൻ പാടില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോഴും RSSഉം BJPയും പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഈ പറയുന്ന കാര്യങ്ങളൊന്നും നിലനിൽപ്പില്ല. അംബേദ്കറും മഹാത്മാഗാന്ധിയും ഒക്കെ നമ്മുടെ നാട്ടിലെ ജാതി അടിമത്തം ഒക്കെ എടുത്ത് കളഞ്ഞു, ഇനി അതിനു വേണ്ടിയിട്ട് ആരും നിലകൊള്ളണ്ടാന്ന് അങ്ങനെ പറഞ്ഞൊരു സ്ഥലത്താണ് ഈ പറയുന്ന അട്ടപ്പാടിയിൽ വീണ്ടും ഒരു സംഭവം നടന്നിരിക്കുന്നത്. അതിനെപ്പറ്റി എന്താണ് BJPക്കും RSSനും പറയാനുള്ളത്?
ഈ മധു ഉണ്ടല്ലോ, NR മധു, അതായത് കേസരി എന്ന് പറയുന്ന RSS മുഖപത്രത്തിന്റെ മുഖ്യ പത്രാധിപൻ NR മധു നിനക്കും എല്ലാം പറയാനുണ്ടോ? ഈ പറയുന്ന അടിമത്തം ഇല്ലെന്നല്ലേ നീ പറഞ്ഞത്? അല്ലെങ്കിൽ ഈ അംബേദ്കറും ഗാന്ധിജിയും മുന്നോട്ട് വെക്കുന്ന അവരുടെ ആശയങ്ങളും ആദർശങ്ങളും ഇപ്പോൾ എവിടെയാണുള്ളതെന്ന് ചോദിച്ചപ്പോൾ നീ പറഞ്ഞത് RSSലാണെന്നല്ലേ? എന്തുകൊണ്ട് RSS ഇതിനെതിരെ സംസാരിക്കുന്നില്ല? വേടന്റെ വിഷയത്തിൽ മാത്രം നിങ്ങൾ സംസാരിച്ചു. അതാണ് പറഞ്ഞത്, നമ്മുടെ നാട്ടിൽ ഇന്നും നിലനിൽക്കുന്ന കൊള്ളരുതായ്മകൾ ചൂണ്ടിക്കാണിക്കാനും സംസാരിക്കാനും കഴിവില്ലാത്തൊരു പാർട്ടിയായിട്ട് RSSും BJP നിൽക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ നടക്കും. പക്ഷേ അട്ടപ്പാടിയിൽ നടന്നതിന് ഇനിയും ഒരു മധുവിനെ കൂടി നമുക്ക് കൊടുക്കാനില്ല. ഒരു മധുവിനെ നമ്മളിൽ നിന്ന് നഷ്ടമായി. നമ്മുടെ കേരളത്തിലെ സമൂഹത്തിലുള്ള ജനങ്ങൾക്ക് പ്രതികരിക്കാനുള്ള ശേഷി ഇല്ലാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ നീതിന്യായ വ്യവസ്ഥ വേണ്ട രീതിയിൽ അത് കാര്യമായിട്ട് എടുക്കാത്തത് കൊണ്ടോ മധു എന്ന് പറയുന്ന ഒരു യുവാവിനെ നമുക്ക് നഷ്ടമായി. അങ്ങനെ നഷ്ടപ്പെട്ടത് ഇനി ആവർത്തിക്കാൻ പാടില്ല. ഈ കൊള്ളരുതായ്മയും ഈ പിറപ്പുകേടും ഇനി ആവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൻ്റെ പോക്കിതെങ്ങോട്ടാവും? തന്തയുണ്ടോടാ നിനക്കൊക്കെ? ആ തല്ലിയവന്മാരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിനക്കൊക്കെ തന്ത ആരാണെന്ന് അറിയാമോ? അറിയാമെങ്കിൽ നീ ഈ പരിപാടി ചെയ്യുമോ? ആ പാവം പിടിച്ച പയ്യൻ കാറിന് മുന്നിൽ ചാടിയെന്ന് പറഞ്ഞുകൊണ്ടാണ് നീയൊക്കെ ഈ പരിപാടി കാണിച്ചത്. എന്തിൻ്റെ പേരിൽ തന്നെയാണെങ്കിലും ഒരാളെ കൈവശം വെക്കാനോ ഒരാളെ കയ്യേറ്റം ചെയ്യാനോ അവനെ കെട്ടിയിട്ട് മർദ്ദിക്കാനോ എവിടെ നിന്ന് നിനക്ക് അധികാരം കിട്ടി? അതും പിന്നോക്കം നിൽക്കുന്നൊരു പയ്യൻ, പയ്യനാണ് കേട്ടോ. അതുകൊണ്ടാണ് പിന്നോക്കം നിൽക്കുന്നവർക്കെതിരെ എന്ത് തന്തയില്ലായ്മയും കാണിക്കാമെന്നുള്ള ഉറച്ച ധാർഷ്ട്യം. ആ ധാർഷ്ട്യവുമാർക്ക് വന്നത് RSSൽ നിന്നും BJPയിൽ നിന്നുമായിരിക്കണം. കാരണം രാജ്യം ഭരിക്കുന്ന പാർട്ടി ഈ പറയുന്ന നമ്മുടെ ഈ ജാതി വർണ്ണ വിവേചനങ്ങൾക്ക് ഒപ്പം നിൽക്കുമ്പോൾ പിന്നെ എന്തിനു പേടിക്കണം? രാജ്യം ഭരിക്കുന്ന ആളുകളല്ലേ. പിന്നെ ഈ തന്തയില്ലായ്മ കാണിച്ചാലും തന്തയില്ലാത്തൊരു പാർട്ടി നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്നുള്ളൊരു തീരുമാനവുമാർക്കുണ്ടാകും. അതുകൊണ്ടാണ് ഈ പരിപാടിയും കാണിച്ചത്. അപ്പോൾ നമുക്ക് ആ വാർത്തയൊന്ന് കണ്ടു നോക്കാം, എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത്. സിജുവിനെ ഇരുകൈയും കൂട്ടിക്കെട്ടിയ നിലയിൽ അടിവസ്ത്രം മാത്രം ഇട്ട് നിൽക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ നമ്മുടെയൊക്കെ മനസാക്ഷിയെ മരവിപ്പിച്ച് കളഞ്ഞു. 2018 ഫെബ്രുവരി 22 ആലോചിച്ച് നോക്കണം. അതിദരിദ്രനും നിരാലംബനും മനോബലമില്ലാത്ത മധു എന്ന് പറയുന്ന 27-കാരനെ ഗുഹയിൽ കഴിയുന്ന മധു വയറു വിശന്നപ്പോൾ അല്പം ആഹാരം മോഷ്ടിച്ചു എന്നാരോപിച്ച് ആൾക്കൂട്ട വിചാരണ നടത്തി തല്ലിക്കൊന്നത്. 27 വയസ്സേ ഉള്ളായിരുന്നു മധുവിന് ഈ അട്ടപ്പാടി മേഖലയിൽ നടപ്പാക്കുന്ന ക്ഷീരപദ്ധതിയുടെ ഭാഗമായി പരിശീലനം ലഭിച്ച് ആലപ്പുഴയിലേക്ക് ജോലിക്ക് നിയോഗിച്ചു. അവിടെ വെച്ചൊരു അപകടമുണ്ടായി, തലയ്ക്ക് പരിക്കേറ്റു. അതിനുശേഷം ജോലി ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് കാട്ടിലൂടെ നടന്ന് വനവിഭവങ്ങളൊക്കെ ശേഖരിച്ചും ഭക്ഷിച്ചും ഒരു ഉടുവസ്ത്രം പോലും മാറാൻ നിവൃത്തിയില്ലാതെ കഴിഞ്ഞ മധുവിനെ കൈലി കൊണ്ട് 2 കൈയും കൂട്ടിക്കെട്ടി നിർത്തിയ ആ ഒരൊറ്റ ചിത്രം ലോകത്തിനു മുമ്പിൽ കേരളത്തിൻ്റെ മനസാക്ഷി തലകുനിച്ചതാണ്. അതിനോട് പൂർണ്ണമായും സമാനമാണോ എന്നുള്ളത് അന്വേഷണത്തിൽ തെളിയേണ്ട കാര്യമാണ്. പക്ഷേ അതേ അട്ടപ്പാടിയിൽ അഗളിയിൽ ഒരു 19 വയസ്സുകാരനായ ആദിവാസി യുവാവിനെ അടിവസ്ത്രം മാത്രമിട്ട് കൈകൾ ബന്ധിച്ച് പോസ്റ്റിൽ കെട്ടിയിട്ട് തല്ലിയെന്നാണ് പറയുന്നത്. എന്തൊരു നാടാണെന്ന് ആലോചിച്ചു. 7 വർഷത്തിന് ശേഷം 14 പ്രതികളെയും ശിക്ഷിച്ചതാണ് മധുവിന്റെ കേസിൽ. അതിനുശേഷമാണ് കേരളത്തിൽ ഇത് സംഭവിച്ചിരിക്കുന്നത്. കണ്ടില്ലേ, പട്ടികജാതിയിൽപ്പെട്ടൊരു യുവാവാണെന്ന് അറിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ അറിഞ്ഞതിന്റെ പേരിൽ പിക്കപ്പ് ആയിരുന്നു കേട്ടോ, കാറല്ല. അത് ഞാൻ പറഞ്ഞതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഈ പിക്കപ്പിന്റെ മുന്നിൽ ചാടിയെന്ന പേരിൽ ആരോപിച്ചുകൊണ്ടാണ് ഇവനെ തല്ലിയത്. ആ തല്ലിയതിന് ശേഷം അവന്മാർ മുങ്ങിയെന്നാണ് അറിയാൻ സാധിച്ചത്. പിന്നീട് അതിനുശേഷം പോലീസ് പിടിക്കുകയും ചെയ്തു. എന്ത് തന്നെയാണെന്ന് പറഞ്ഞാലും മധു എന്ന് പറയുന്ന യുവാവിനെ കൊന്നതിന് ശേഷം നമ്മുടെ സമൂഹത്തിൽ മഹാമാരിയും പ്രളയവും ഇതെല്ലാം മാറിയിട്ടൊരു സമയം ഉണ്ടായിട്ടില്ല. ഒരു യുവാവിനെ ഭക്ഷണം മോഷ്ടിച്ചു എന്നുള്ളതിന്റെ പേരിൽ, കൊന്നതിന്റെ പേരിൽ പ്രകൃതി പോലും അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ്. എന്നിട്ടും നീതിന്യായ വ്യവസ്ഥ വെറും നോക്കുകുത്തികളായിട്ട് തന്നെ നിലകൊള്ളുന്നു ഇന്നും അന്നും. അന്ന് ഈ പ്രശ്നം നടന്നതിന് ശേഷം 5 വർഷങ്ങൾ എടുത്തു ഈ പറയുന്ന നീതിന്യായ വ്യവസ്ഥയ്ക്കൊന്ന് കണ്ണു തുറക്കാൻ, ഈ മധുവിനെ കൊന്നവന്മാർക്കെതിരെ ഒരു ആക്ഷൻ എടുക്കുക, ഒരു ചെറുപേരിൽ അനക്കാൻ. എന്നിട്ട് 2 വർഷങ്ങൾക്ക് മുൻപ് വന്ന ന്യൂസേ ഉള്ളൂ ഇവന്മാർക്കെതിരെ ഈ പറയുന്ന കേസുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. എന്താണെന്ന് പിന്നീട് അതിനെപ്പറ്റി ഒരു അറിവില്ല, അതെന്താണെന്നും അറിയില്ല. അതും ഇനി ഒഴുകിപ്പോവും, അല്ലെങ്കിൽ അതും തേഞ്ഞു മാഞ്ഞു പോവും. എന്തുകൊണ്ടാണ്? മധു എന്ന് പറയുന്നവൻ ചെറിയൊരു ആദിവാസി യുവാവല്ലേ, പോരാത്തതിന് മാനസിക പ്രശ്നങ്ങളും ഉണ്ട്. അതുകൊണ്ട് അങ്ങ് പൊക്കോളുമല്ലോ. ഈ 14 പേരും ചെയ്ത് പുണ്യപ്രവൃത്തിയായിട്ട് അങ്ങ് സ്വീകരിക്കുമല്ലോ. ഞാൻ എന്തുകൊണ്ട് ഈ വേടനെ ഇതിൽ ഉൾപ്പെടുത്തി പറയുന്നു വെച്ചാൽ, വേടൻ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ ഇത് തന്നെയാണ്. ഇന്നലകളിൽ നടന്ന സംഭവങ്ങളെ മാത്രമല്ല വേടൻ പ്രതിപാദിക്കുന്നത്, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നതും ഇനി നടക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള കാര്യങ്ങളെയാണ് വേടൻ മുന്നോട്ട് വെക്കുന്നത്. അത് പറയുമ്പോൾ അസഹിഷ്ണുത കാണിക്കുന്ന ആളുകൾ ഇതിനെപ്പറ്റി ഒന്നും പ്രതികരിക്കുന്നില്ല എന്നുള്ളത് ഓർക്കുമ്പോൾ വളരെ പുച്ഛവും വിഷമവും മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഇത്രയും വലിയൊരു സംഭവം നമ്മുടെ സമൂഹത്തിൽ ഇന്നും ജാതിയുടെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുമ്പോൾ, അല്ലെങ്കിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, നമ്മൾ ഈ കഴിഞ്ഞ ദിവസം പേരൂർക്കടയിലും കണ്ടതാണ്, അതിനുശേഷം ഇപ്പോൾ അട്ടപ്പാടിയിലും കാണുന്നതാണ്. ഇതൊന്നും കാണുമ്പോഴും ഇവരിതൊന്നും അറിയുന്നില്ല. ഇവർക്ക് വേടൻ്റെ പുലിപ്പല്ലിനെയും വേടൻ്റെ കഞ്ചാവിനെയും പിടിക്കാൻ പോയാൽ മതി. ഇവർക്ക് ഇന്നത്തെ നമ്മുടെ കാലഘട്ടത്തിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി അറിയാനോ അല്ലെങ്കിൽ അതിനെതിരെ സംസാരിക്കാനോ ഒന്നും ഒരു കഴിവില്ല. മറ്റുള്ളവരെ എങ്ങനെയും കരിവാരി തേക്കണമെന്നുള്ളൊരു PR വർക്കുമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് കുറച്ചെണ്ണം. കഷ്ടമാണ്. ബാക്കി വാർത്തയൊന്നും കണ്ടു നോക്കാം. വേറൊരു ഏഷ്യാൻ ന്യൂസിൽ വന്നൊരു വാർത്തയാണ്, അതോടെ ഒന്ന് പ്ലേ ചെയ്യാം. ഒന്നായി പിടിച്ച് നെക്കി എന്നിട്ട് അടി കൊടുത്തു. ഇവൻ ദേഷ്യം വന്നിട്ട് ഒരു കല്ലെടുത്ത് അവനെ എറിഞ്ഞു. ഈ കൊങ്ങായി പിടിച്ച ഈ കല്ല്
ഇവൻ മാറിയപ്പോൾ ബോണ്ട് വീണ് ആ ചില്ലയെ തട്ടി, വണ്ടിയുടെ ചില്ലയെ തട്ടി, അത് ചിലത് ഇവരെ പോലായി. ഇതാണ് സംഭവം. അപ്പോൾ വണ്ടി എറിഞ്ഞു തകർത്തുന്നതാണ് റിപ്പോർട്ട്. അങ്ങനെ അടിച്ചു, മഴയത്ത് കയറിട്ട് കെട്ടി വലിച്ചു, അടിച്ചിട്ട് കൈ പിന്നെ പുറകിൽ പൂച്ചി കെട്ടിയിട്ട് പോസ്റ്റിനെ കെട്ടി 2 മണിക്കൂർ തുണിയില്ലാണ്ട് പോസ്റ്റേ നിർത്തിയിരിക്കാം റോഡിൽ. പണ്ട് മതിനെ അടിച്ചു കൊന്ന മാതിരി അടിച്ചു കൊല്ലാനുള്ള പ്ലാനായിരുന്നു ഇവർ. ഇതാണ് സംഭവിച്ചത്. പക്ഷെ എന്റെ നാട്ടുകാരായ പയ്യന്മാർ 6 ആൾ രക്ഷിച്ചു. ആ രക്ഷിക്കുമ്പോൾ ആ രക്ഷിച്ചവർ ഇന്നലെ സ്റ്റേഷനിൽ വിളിച്ചു. എന്തിനാണ് ഈ മറ്റേ മാനസിക രോഗിനെ നിങ്ങൾ അയച്ചു വന്നത് എന്ന് പറയുവാൻ സ്റ്റേഷനിൽ ഭീഷണിപ്പെടുത്തുവാനിടയാണ്. എന്നിട്ട് ആ പയ്യന്മാർ കുറച്ചപ്പോൾ ഞങ്ങൾ പോയി അവരെ രക്ഷിച്ചു. ഇതാണ് സംഭവിച്ചത്. ഇതുവരെ പോലീസോ ഒരു ആക്ഷൻ എടുത്തിട്ടില്ല ഇതുവരെ. പക്ഷെ കേസ് മറിച്ച് അടിച്ചവരാണ് ഈ പയ്യന്റെ പേരിൽ വണ്ടി തല്ലി താർന്നതുകൊണ്ട് കേസ് കൊടുത്തത്. അങ്ങനെ വരുവുള്ളല്ലോ. കാരണം മധുവിനെ കൊന്നതിന് വ്യക്തമായിട്ടുള്ള തെളിവുകൾ കിട്ടിയിട്ട് പോലും 5 വർഷമെടുത്തത്രേ മധുവിനെതിരെ അല്ലെങ്കിൽ മധുവിനെ കൊന്നവർക്കെതിരെ ആക്ഷൻ എടുക്കാൻ. അങ്ങനെയുള്ളൊരു നീതിപീഠമുള്ളൊരു സ്ഥലത്ത് ഇതിന് നീതി കിട്ടുമെന്ന് ആർക്കെങ്കിലും വിചാരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? കിട്ടില്ല. കാരണം ഈ അടിച്ചവന്മാർ വലിയ പിടിപാടുള്ളവന്മാരായിരിക്കണമല്ലോ. അതുകൊണ്ടായിരിക്കുമല്ലോ ഈ തോന്നിവാസമൊക്കെ കാണിച്ചത്. ഇപ്പോൾ എന്തായാലും ജാമ്യമില്ലാതെ അവന്മാർ അകത്ത് പോയിട്ടുണ്ട്, റിമാൻഡിലായിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താണ് നടക്കുന്നതെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അവന്മാർ ജാമ്യം കിട്ടി എന്തായാലും പുറത്തു പോകും. അതിൽ വേറൊരു സംശയവും യാതൊരുവിധ സംശയമില്ല. അടി കിട്ടിയ കുഞ്ഞ് ഇറക്കൻ അവൻ ആ തല്ല് കിട്ടിയതും കൊണ്ടിരിക്കുക മാത്രമേ ഉള്ളൂ. പാവം പിടിച്ചവൻ. അവൻ എന്ത് ചെയ്യാൻ പറ്റും? അവൻ്റെ ജാതി പറഞ്ഞുകൊണ്ടായിരിക്കണമല്ലോ അവനെ അവഹേളിച്ചത്. അവൻ്റെ ജാതി പറഞ്ഞുകൊണ്ട് തന്നെയായിരിക്കണമല്ലോ അവനെ അവഹേളിച്ചത്. ആ ജാതിയാണല്ലോ അവരുടെ പ്രശ്നം. ഇന്നത്തെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ആളുകളുടെ പ്രശ്നം ഈ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ആളുകൾ ഒരു കാരണവശാലും മുന്നിലേക്ക് വരാൻ പാടില്ല. നിറം കണ്ടു കഴിഞ്ഞാൽ ആ നിറമുള്ളവനെ കഞ്ചാവിനടിമയാക്കുക, അല്ലെങ്കിൽ അവൻ ലഹരിക്കടിമയാണ്, അവൻ ഒരു ശരിയായിട്ടുള്ള ഒരുത്തനല്ല, അവൻ ജീവിക്കാൻ ഒരു അർഹതയില്ലാത്തവനാണെന്നുള്ള ഒരു വേർതിരിവ്, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചു കൂട്ടുന്ന ചില തന്തയ്ക്ക് പിറക്കാത്തവന്മാരുള്ളൊരു സമൂഹം. എല്ലാവരും അല്ല, ചില തന്തയ്ക്ക് പിറക്കാത്തവർ, തന്തയ്ക്ക് പിറന്നവരുമുണ്ട്. അങ്ങനെയുള്ളവന്മാരാണ് ഈ പറയുന്ന തോന്നിവാസം കാണിക്കാനായിട്ട് മുന്നിലേക്ക് നിൽക്കുന്നത്. നീതിപീഠം ഇനിയെങ്കിലും കണ്ണു തുറക്കൂ. അന്ന് മധുവിനെ കൊന്നപ്പോൾ ഒരു വിരൽ പോലും അനക്കാൻ സാധിക്കാത്ത നീതിപീഠത്തിനോടാണ് ഞാൻ പറയുന്നത്. ഇവന്മാർക്കെതിരെ തക്കതായ ശിക്ഷ കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ജനങ്ങൾ തന്നെ നീതി കയ്യിലെടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. ഇവന്മാർ ജാമ്യം കിട്ടി പുറത്തിറങ്ങി കഴിഞ്ഞാൽ അതേ അവസ്ഥയിൽ കെട്ടിയിട്ട് മർദ്ദിച്ച് കളയുക, അല്ലെങ്കിൽ കൊന്നു കളയുക. എന്തിനാണ് ഇവന്മാർ ജീവിക്കുന്നത്? അവർണ മേധാവിത്വം അല്ലെങ്കിൽ അവർണ മേധാവിത്വം എന്ന് പറയുന്ന രീതിയിലേക്ക് ഇറങ്ങിത്തിരിക്കാനായിട്ട് ഈ പറയുന്നവന്മാർക്ക് ഒരു ചിന്ത മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ചിന്ത ഇനി അധികം വെച്ച് പൊറപ്പിക്കാൻ പാടുള്ളതല്ല. അതിനിയും നമ്മൾ വെച്ച് പൊറപ്പിച്ചാൽ നമ്മുടെ സമൂഹത്തിൽ ഇനിയും മധു ആവർത്തിക്കും. ഒരുപാട് മധുമാർ ആവർത്തിക്കും, അല്ലെങ്കിൽ ഒരുപാട് മധു ആവർത്തിക്കും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അരി മോഷ്ടിച്ചതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരം മോഷ്ടിച്ചതിൻ്റെ പേരിൽ ഒരാളെ കൊന്ന സമൂഹത്തിൽ ഒരാൾ അല്ലെങ്കിൽ വാഹനത്തിന് മുൻപിൽ ചാടി, അല്ലെങ്കിൽ വാഹനം അതിക്രമിക്കാൻ ശ്രമിച്ചു എന്നുള്ളൊരു പേര് പറഞ്ഞുകൊണ്ട് കൊല്ലാനായിട്ട് വലിയ പാടൊന്നുമില്ല. നീതിന്യായ വ്യവസ്ഥ കൊടുക്കുന്ന വില എന്താണെന്നുള്ളത് മനസ്സിലാക്കിയവന്മാർ തന്നെയാണ് ഈ പറയുന്ന പിറപ്പുകേട് കാണിക്കാൻ മുന്നിൽ നിൽക്കുന്നതെന്ന് ഓർക്കുമ്പോൾ ആ നീതിപീഠത്തിനോടും നീതിന്യായ വ്യവസ്ഥയോടും പുച്ഛം മാത്രമേ ഉള്ളൂ. നമ്മുടെ നാട്ടിലുള്ള തന്തയില്ലായ്മയ്ക്ക് ഇനി ഒരു അറുതി വരണം എന്നുണ്ടെങ്കിൽ നീതിന്യായ വ്യവസ്ഥയെ വിശ്വസിച്ച് നിൽക്കാതെ കേരളത്തിലെ ജനങ്ങൾ തന്നെ നീതി നടപ്പിലാക്കണം. അവന്മാരെ മർദ്ദിച്ച് തല്ലി ഒരു കൈയും കാലും ഒടിച്ചിട്ട് പോലീസുകാർക്ക് കൊടുത്താലും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എന്തൊരു കഷ്ടമാണല്ലോ നമ്മുടെ കേരളത്തിലെ അവസ്ഥ എന്ന് പറയുന്നത്. വിവേകാനന്ദ പറഞ്ഞതുപോലെ കേരളം ഒരു ഭ്രാന്താലയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്, ജാതി വർണ്ണം വിവേചനം എന്നുള്ള പേരും പറഞ്ഞുകൊണ്ട്. കഷ്ടം തന്നെ.